ഹലോ മൈ ഗൈസ്, വെൽക്കം ടു ഗോവ. നമ്മുടെ ഗോവൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നോർത്ത് ഗോവയിലുള്ള റൈസ് അഗോഡ ഫോർട്ടിലേക്കുള്ള വഴിയെ കണ്ട ഒരു കടലാണ്. അപ്പോൾ നമ്മുടെ ഗോവൻ സീരീസിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസം നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നേറുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അടുത്ത 3 ദിവസം നമുക്ക് സഞ്ചരിക്കാം. നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റേ കഴിഞ്ഞ് ഈ റൂം നമ്മൾ താൽക്കാലികമായി ഈ റൂമിനോട് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ട് അടുത്ത നമ്മളുടെ സ്ഥലത്തേക്ക് ഇപ്പം നമ്മൾ പോണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. പോട്ടെ. ഗോവൻ റോഡിലൂടെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഹോട്ടൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ലേ ഗോവ കേരള റെസ്റ്റോറൻറ്റ്. ചളി അപ്പോൾ ഗൈസ്, ഈ ലേ ഗോവ എന്ന കേരള റെസ്റ്റോറൻറ്റിലാണ് നമുക്കിന്ന് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കേരള ഫുഡ് കോട്ടറ. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി, മക്രോണി ഉണ്ട്, പിന്നെ ഉപ്പുമാവുണ്ട്, പുട്ടുണ്ട്, ബാജിക്കറിയുണ്ട്, സാമ്പാറുണ്ട്. ഇതാണ് നമുക്ക് രാവിലത്തെ ഉള്ള വിഭവങ്ങൾ. പൂരി, മക്രോണി, പുട്ട്, പിന്നെ ബാജിക്കറി. ഇതാണ് നമ്മളെ കേരള സ്റ്റൈൽ ഗോവൻ ഫുഡ്. നമുക്ക് അവൈലബിൾ ആയിട്ട് കുഴപ്പമില്ല, അടിപൊളിയാണ്, സെറ്റാണ്. എനിക്കിഷ്ടപ്പെട്ടു, ലൈക്കായി. അപ്പോൾ ഇത് കഴിച്ചിട്ട് അടുത്ത പരിപാടിക്ക് നീങ്ങാണ്ട് വരാം. ഗോവയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ സംഭവം ഫുള്ള് കേരളം. എടാ, ഇത് ഒരു ചെറിയൊരു ഭാഗമല്ലേ. നമ്മള് ഇവിടെ കാര്യമായിട്ടുള്ള ബീച്ചാണ്. ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. കുറച്ച് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കുറച്ച് സാധനങ്ങള് അത് നമ്മളെ നാട്ടിലുണ്ട്. പ്ലസ് ബീച്ചും ഉണ്ട്. നമ്മളെ കോഴിക്കോടിൽ കുറച്ച് മറ്റേ ടെന്റ് ഒക്കെ കെട്ടി കുറച്ച് കളർഫുൾ ആക്കിയാണ്ടാവും. അതാണ് ഗോവ. പക്ഷെ അതല്ല ഗോവ. ഞാൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇന്നലെ കണ്ടൊരു ബീച്ച്, അത് ചെറിയ ബീച്ച്, അത് കാര്യപ്പെട്ട ബീച്ചല്ല, കാര്യപ്പെട്ട ബീച്ചാണ് അത് തോന്നാണ്. അപ്പോൾ ഏതാണിത്? ലേ ഗോവയിൽ നിന്നും ലേ ഫുഡ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങുന്നു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഇതിലേക്ക് ഒരു എണ്ണ അടിക്കാൻ വേണ്ടി എണ്ണ തപ്പി ഇറങ്ങി. പമ്പ് കിട്ടിയിരിക്കുന്നു. വളരെ ചുരുക്കം തന്നെ ഉള്ളതെന്തത്? ഒറ്റ പമ്പുള്ള ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടെ തന്നെയാണല്ലോ. ഞങ്ങള് ഇപ്പോ പെട്രോളിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ റൈസ് മാംഗോ ഫോർട്ടിലേക്ക് പോവുകയാണ്. ഇതൊരു കേരളം തന്നെയാണല്ലോ. നോക്കട്ടെ, റൈസ് മാംഗോ ഫോർട്ടിക്ക് പോണ വഴിയാണ്. ഇതിപ്പോ ഏതാ റോഡ്? മറ്റേ പരിപാടി ആക്കാനോട് നമ്മൾ ഗോവയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നോർത്ത് ഗോവയിലുള്ള റൈസ് മാംഗോസ് ഫോർട്ടിലാണ്. ഇതാണ് ആ ഫോർട്ട്. ഈ ഒരു കുന്ന് ചെറുമട്ടത്തിൽ കാരണം. ഇതൊക്കെ എന്ത് കുന്നടാ. ചൂട് കേസ്, ചൂട്. നമ്മള് യാത്രക്ക് വന്നല്ലേ ഗൈസ്. ഇതാണ് ഇതിന്റെ ചരിത്രം. The plaque over the doorway was vandalized in 1961 and the upper portion was found
കതച്ചിട്ടേ കാരണം കൊയങ്ങടാജി ഇതൊക്കെ എന്ത് ഒന്നും കൊയങ്ങാനില്ല. അതെ ആ മോളത്തെ സാധനം കണ്ടു കേട്ടോ പറഞ്ഞു. ഏത് ആ മോള് കണ്ടത് സിമെന്റിന്റെ ഒരു പീസ്. ആ സാധനമാണ് ഈ ഫോർട്ടിന്റെ മെയിൻ കവാടം. This was used to shoot through hot oil. എനിമീസ് വരുമ്പോൾ ഈ ഹോളിൽ കൂടിയാണ് തിളപ്പിച്ച വെള്ളം പാരും അവർ തിരുത്തി ഒടിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എനിമീസിനെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉപയോഗിച്ചോ. അതെ അതെ ചരിത്രകാരൻ മിസ്ബാഹ് റസാഖ് നമ്മുടെ കൂടെ. നമുക്ക് ടിക്കറ്റ് അനുസരിച്ച് ഇതൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററികളാണ്. നമ്മളെ കുറിച്ച് ചരിത്രത്തെ അറിയാൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. മിസ്ബാഹ് അങ്ങനെ പറയില്ലേ, ഇത് നമ്മൾ അറിഞ്ഞെന്ന് സ്ഥാപിക്കണം. വരൂട്ടോ വീട് വരൂട്ടോ വീട് വരൂട്ടോ. ഹെലികോപ്റ്ററോ എന്താ അവിടെ? ഇത് റീസ്റ്റോറേഷന് മുന്നേ 2007 മുമ്പ് ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ പിന്നെ ഗവൺമെന്റ് മാറ്റിക്കാണ്ട് ഇങ്ങനെയാക്കി സെറ്റപ്പ് ആക്കി. നമുക്ക് ഇതാ കാണ്ടിന്. പക്ഷെ അന്ന് 2000 പോകണം. ഇപ്പൊ ട്രെയിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? പറ്റുകയാണെങ്കിൽ ഞാൻ പോയിന്. എന്നാ കയറി വെക്കുമ്പോളാ അത് കയറുക. കയറാൻ മാത്രം ചെറുതാണ് ഗൈസ്. ഇതാണ് പീരങ്കി. ഇവിടെ ഇങ്ങനെ എയിം ചെയ്ത് അവിടെ വരുന്ന ശത്രുക്കളെ ലക്ഷ്യമായി കൊണ്ട് തുരത്തിവിടാൻ ഉപയോഗിക്കുന്ന സാധനമായിരുന്നു ഇവിടെ ഈ കാണുന്നത്. ഈ പീരങ്കികൾ. ഇവിടെ ഒരു ചെറിയൊരു കോട്ടുണ്ട്. എന്തിനാ പറയും? എന്നിട്ട് എനിമീസ് വരുന്നെങ്കിൽ ഓരോരുത്തർ മറ്റേ ബൈനോക്കുലറോ സാധനങ്ങളൊക്കെ നമ്മുടെ ചെറിയ ഹോൾ കൂടെ നോക്കും. ഞാനൊന്ന് നോക്കിയോട്ടെ. കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിൽ കൂടെ കാണില്ല. ഇതിൽ കൂടെ പോകും. ഇതിൽ കൂടെയാണ് അവർ നോക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെ ഉള്ളത്. ഹലോ ഇതൊക്കെ എന്താണ്? അതെ ചരിത്രകാരന്മാർ പറയും, നമുക്ക് പറഞ്ഞു തരും. 1964 റെയിൽവേ സ്റ്റേഷനാണത്. വില്ലേജ് ബസ്. ഇതാണ് വില്ലേജ് ബസ്. ടിൻഡോ. അങ്ങനെ പോയാൽ ഫോർട്ടി ചെക്കിംഗ് പാസ് ദ വേൾഡ് ട്രേഡ് സെൻറ്റർ. ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററാണ് 1980. ഞാൻ ഇതിനെ ഇവിടെ കാണിച്ചപ്പോൾ ന്യൂയോർക്ക് കാണിച്ചപ്പോൾ പോർച്ചുഗീസ് കപ്പൽ 1982 പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വരുന്നതാണിത്. ഇത് ചിത്രം വരച്ച് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നിരവധി ചിത്രകാരന്മാർ വരച്ച അവരുടെ രീതിയിലുള്ള കാഴ്ചകളുണ്ട്. ഇത് മൊത്തം ഇതാണ് ബേസിലിക്ക ബോം ജീസസ് 1982. കപ്പൽ ഡി കാബോ സാന്താ മോണിക്ക. അത് ശിവജി മഹാരാജാവ് ചെയ്യുന്നുള്ളതാണ് 1982. ഇതൊക്കെ 1982 ഗോവയുടെ കാഴ്ചകളാണ് ഇതിൽ കാണിക്കുന്നത്. മൊത്തമുണ്ട്. പോയാൽ നമുക്ക് മലയാളികൾ കിട്ടിയിട്ടുണ്ട്. മലപ്പുറംകാരല്ലേ? അതെ മലപ്പുറംകാരാണ് ഗൈസ്. മലപ്പുറം മക്കരപ്പറമ്പ്. അപ്പോൾ അവിടെയും മലയാളികൾ നമുക്ക്. ഇതിൻ്റെ വ്ളോഗാണ്. നമ്മൾ നേരത്തെ കണ്ട ഡെത്ത് ഹോള് അത് ഇവിടെ നിന്നാണ് ഒഴിക്കണത്. ഇത് ഒഴിച്ച് നേരെ അടിയിലേക്ക് വരും. ഏതാ സെറ്റപ്പിലാണ്. നമുക്കിവിടെ സബ്സ്ക്രൈബേഴ്സേയും കിട്ടി. ഇവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് യു ഗൈസ്. താങ്ക് യു. ഫ്രം മലപ്പുറം. നമ്മളെ നാട്ടുകാർ തന്നെയാണ്, അതുകൊണ്ട് പിന്നെ വിഷയമല്ല. നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഇൻട്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോൾ ഇവന് ഇതിനെക്കുറിച്ച് എന്തോ പറയാണ്ട് പറയും. ഈ ഒരു സ്റ്റെപ്പിനെ കുറിച്ച് എന്താ പറയാല്ലേ? ഈ സ്റ്റെയർ നോക്ക്. ഇതിന്റെ ഈ റൈസർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-11 കഴിഞ്ഞിട്ട് ലാൻഡിങ് കാണാൻ. അതെ അത് വേണം. ഇല്ലല്ലേ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എന്താ ഒരു അത് 1982 ഇതാക്കാരം നിർമ്മിതിയാക്കാരം അങ്ങനെയാക്കാരം. ബ്രിട്ടീഷുകാരാണ് മൊത്തത്തിൽ ആർക്കിടെക്ചറിന്റെ ഒരു മെയിൻ ആൾക്കാരാണ്. അതെ പക്ഷേ അതിങ്ങനെ കാലത്ത് ഒരു ഉണ്ടായിണ്ടാവില്ല. അപ്പോഴാണല്ലോ ഈ എർഗണോമിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ
ഇപ്പോഴത്തെ കടൽ രൂക്ഷമാകുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് എക്സിറ്റ് വരുന്നത്. എക്സിറ്റ് അടിക്കപ്പെടും. എന്താ ആകെ വിയർത്തുകണ് ഗൈസ്. അപ്പോൾ ഇതാണ് റൈസ് മാംഗോ സ്പോട്ട്. ഇതിനുള്ള കാഴ്ചയാണ് ഞാൻ നിങ്ങളിപ്പോൾ കണ്ടത്. പെരും ചൂടാണ്. പെരും ചൂടാണ്. അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് എൻ്റെ പൂജയല്ലേ. അപ്പോൾ എന്താ പറയാൻ വിചാരിച്ചാൽ നോർത്ത് ഗോവയിലുള്ള അടുത്ത ഡെസ്റ്റിനേഷൻ അഗോഡ ഫോർട്ട്. ഇവിടെ ഒരാൾക്ക് എത്ര എൻട്രി ഫീസ്? ഒരാൾക്ക് അപ്പോൾ നമ്മൾ കൗണ്ടറിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ 2 പേർക്ക് 50 രൂപയാണ് ഇവിടെ ഫീസ് വന്നത്. റേഞ്ചില്ലല്ലേ? അതെ. ഇതാണ് അഗോഡ ഫോർട്ടിൻ്റെ മുൻവശം. ഇവിടെ അങ്ങനെ വന്നാൽ അഗോഡ ഫോർട്ടിൻ്റെ ചരിത്രം കാണാം. ഹിസ്റ്ററി ഓഫ് അഗോഡ ഫോർട്ട്. എന്താ ചോദിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കണേ. ചരിത്രം വായിക്കാണല്ലേ. മുടിഞ്ഞ വെയിലാണ്. മുടിഞ്ഞ വെയിൽ. അപ്പോൾ മുകളിലേക്ക് കാണാം. ഇതാണ് അഗോഡ ഫോർട്ടിലെ കുറ്റവാളികളെ പാർപ്പിച്ചിരുന്ന അണ്ടർഗ്രൗണ്ട് ജയിൽ. അവിടെ അതിൽ വെള്ളമുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഇത്? ചരിത്രം അത് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പുറത്ത് കടൽ. നോർത്ത് ഗോവയിലാണ് അഗോഡ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് നോർത്ത് ഗോവയിലുള്ള അഗോഡ ഫോർട്ടിലാണ്. മൺസൂൺ സീസണാണ്. മഴയാണ്. ചെറുമട്ടത്തിൽ മഴയാണ്. അപ്പോൾ നാട്ടിൽ പെരും ചൂടായപ്പോൾ ഇങ്ങോട്ട് വന്നു. നാട്ടിൽ പെരും മഴ, ഇവിടെ പെരും ചൂട്. അപ്പോൾ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, മുഖത്തൊക്കെ ഞാനാണെങ്കിൽ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളും തേക്കല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല. നമുക്ക് ഈ നാച്ചുറൽ ബ്യൂട്ടിയായിട്ട് നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവിടെ മഴയല്ല, നാട്ടിൽ പെരും മഴ. അത് വിഷയമല്ല. അതിജീവിച്ചാലേ പറ്റൂ. വന്നില്ല അതിജീവിക്കുക അല്ലാത്ത. നാട്ടിൽ റൈസ് അഗോഡ ഫോർട്ടിൽ കണ്ടവർ ഇവിടെ ഉണ്ട്. എങ്കപ്പത്താലും നീങ്ങളാ. ഇതാണ് ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ ചരിത്രം അറിയാം എനിക്ക്? ഇല്ല, അറിയില്ല. ലൈറ്റ് ഹൗസ് ചരിത്രം ഉണ്ടേ എന്തൊക്കെയോ. ചില സമയങ്ങളിൽ യൂട്യൂബർ, ചില സമയങ്ങളിൽ ഫോട്ടോഗ്രാഫർ. അഗോഡ ഫോർട്ടിൽ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് നീങ്ങാണ്. ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാണ്. കാരണം ഇവിടെ കൊടും ചൂട്, വെറും ചൂട്. ആകെ 4 മരം അവിടെ ഉണ്ട്. 4 മരത്തിന്റെ ചോട്ടില്ല ആൾക്കാരാ. ഓടണ് ചൂടേ. പറഞ്ഞ നല്ല ചൂടാണ്. ഇവിടെയാണ് നമ്മളെ റൂം വരുന്നത്. ഇതാണ് റൂം വരുന്നത്. നല്ലൊരു വിശാലമായ ബാത്റൂം. നീളുണ്ട്, വെയിലില്ല. അങ്ങോട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഗൈസ്, ഇവിടെയാണ് നമ്മൾ അടുത്ത 2 ദിവസം ഇനി സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മറ്റേ റൂം വെക്കേറ്റ് ചെയ്തു. ഇത് കൊക്കോ ഹെറിറ്റേജ് റിസോർട്ട്, ബാഗ ബീച്ച്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏത് വിധേനയും രേഖപ്പെടുത്തുക. ഞാൻ എന്തു സ്വീകരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ് ബാക്കിയായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.